Hello Makalai, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me my husband Vasu. வணக்கம். ஓகே, பார்ட் 1, 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கலாம், நான் டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ணுறேன், போய் பாருங்க. இப்போ பார்ட் 3 குள்ள போயிடலாம். இது எங்க போய் முடிய போகுதுன்னே தெரியலையே. ஒரே கன்ஃபியூஷன். ഇനി ഇവിടെ ഇരുന്ന് സുഖിക്കാണല്ലേ? നമ്മളെ കൊണ്ട് കഴിയില്ല ഇനി ഇവിടെ ഇരിക്കാൻ. ആകെ കുലുമാല്. മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ എഴുത്തും കുത്തും വർത്താനവും. ഫോൺ എടുത്ത് പോയാ മുഴുവൻ മുടിഞ്ഞ ഇംഗ്ലീഷ്. കുറെ നായിന്റെ മക്കളെ നമ്മൾ കുളിച്ച് തെറി വിളിച്ച് എന്നിട്ട് രക്ഷയില്ല. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന്? താൻ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞിട്ടുണ്ടാവും, അല്ലാതെ വെറുതെ ചൂടാവുന്ന ആളല്ല. ഞാൻ വേണമെങ്കിൽ മാപ്പ് ചോദിക്കാം സാർ. ആ ആദ്യം എന്താ ഉണ്ടായെന്ന് അറിയട്ടെ. எப்படி சமாளிக்க போறாங்க இதை? 5000 രൂപ വാങ്ങിച്ചോണ്ട് 60 ലക്ഷത്തിന്റെ ഓർഡർ നീ കൊടുത്താ മൈമനെ പള എടുക്കാൻ പിന്നെ വേറെന്താ പോയി ஐயோ, 60 லட்சம் ஆடுறான் பாரு. പണി വേണ്ടത് എന്നിട്ട് കുറെ കാലത്തേക്ക് ലീവ് എടുത്താണോ? നീ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ആൽഫിയുടെ അറിവുകൾ കൊണ്ട് സംഭവിച്ചതാണല്ലോ. ഇത്രയും നാള് ആ ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നത് നമ്മുടെ ഇന്ദുവിന്റെ ചേട്ടനാ. പെട്ടെന്ന് ഒരു കാരണവും ഇല്ലാതെ മാറ്റണ്ടായിരുന്നു. അവർക്കും വിഷമമുണ്ട്. എനിക്കത് അറിയില്ലായിരുന്നല്ലോ. മാനേജർ പറഞ്ഞില്ലേ? മാനേജർ ഒരു കാര്യം എന്നോട് തുറന്ന് പറയാറില്ല അങ്കിൾ. ആ മാനേജർ എന്ത് ചോദിച്ചാലും കുറെ പേപ്പർ എടുത്തിട്ട് അവിടെ ഒപ്പിട് ഇവിടെ ഒപ്പിട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് തനിക്കെങ്ങനെ അറിയാം? താനാരാ? അസിസ്റ്റന്റ്. എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ്. ഓ, ഞാൻ എല്ലാ കാര്യവും ഇയാളായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. ചന്ദ്രനെ കാണാൻ വന്നതാണ്. ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ആൽഫിക്ക് വല്ലാതെ ദേഷ്യം വന്നു എന്നൊക്കെ അറിഞ്ഞു. അതാണല്ലോ അയാൾ പോയി പണി നോക്കട്ടെ എന്നൊക്കെ എന്റെ അതാ മാനേജറുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞ. ആ അതെനിക്ക് തോന്നി. ആൽഫി വരൂ, അയാൾ പുറത്ത് നിൽക്കും. ഞാൻ വരില്ല. എന്നെ കൺട്രോൾ പോകും. അതെന്താ? അയാള് മാപ്പ് പറയാനാണ് വന്നത്. കുറ്റവാളികൾക്ക് മാപ്പ് കൊടുക്കുന്ന വകുപ്പ് എന്റെ നിയമപുസ്തകത്തിലില്ല. അയാളെ തല്ലാനായി എന്റെ കൈകൾ ധരിച്ചപ്പോഴാണ് ഞാൻ ഇറങ്ങി ഓടിയത്. വീണ്ടും അയാൾ ഇവിടെ വെച്ച് കണ്ടാൽ എനിക്ക് അയാളെ കാണാം. ഞാൻ മാനേജ് ചെയ്തോളാം. ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ, ഞാനില്ല ഇവിടെ. ഓക്കെ, ഞാൻ വിചാരിച്ചത് ശരിയാണ്. തന്റെ ഉണ്ട് കുഴപ്പങ്ങൾ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ താൻ എന്നെ അറിയിച്ചാൽ. എന്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാം സാർ. എനിക്ക് അയാൾ ആകെ ടെൻസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. മാപ്പ് ചോദിക്കുന്നതൊക്കെ ഓഫീസിൽ വെച്ച് സൗകര്യം പോലെ മതി. ഓഫീസിൽ മറ്റ് സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് റിസൾട്ട് ചെയ്താൽ എനിക്കത് മാനക്കേടാണ്. ഇവിടെ വെച്ചാവുമ്പോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. തല്ല് നിങ്ങൾക്ക് സാറ് സൈൻ ചെയ്താലേ അക്കൗണ്ടന്റ് പണം അടയ്ക്കൂന്ന് പറഞ്ഞു. இவங்க பாத்துட்டாங்க. അസിസ്റ്റന്റ് சொல்ல போறாங்க. നമ്മൾ പറഞ്ഞല്ലേ വലിയ കോട്ടൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. സാർ ഞാനൊരു ഒന്നും പറയണ്ട. ഞാൻ ആൽഫി ആയതുകൊണ്ടും അപ്പു എന്റെ ചങ്ങാതി ആയതുകൊണ്ടും നമ്മൾ പറയാണ്, ഇവൻ എന്ത് ഓഫീസിൽ നടന്നാലും അപ്പ പൊരയിലേക്ക് വിളിച്ചു പറയും. മേലാൽ എന്റെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പൊരയിലേക്കോ മറ്റോ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ഒരാൾ മാത്രമേ ഓഫീസിൽ ഉണ്ടായി നോക്കിക്കോളൂ. സാർ ചന്ദ്രാമയോട് ചോദിക്കും. 9 വർഷമായി ആത്മാർത്ഥമായി ജോലി ചെയ്യാണ്. ഒരു കംപ്ലൈന്റും കേൾപ്പിച്ചിട്ടില്ല. ഇക്കുട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിക്കാൻ പറ്റും. കാരണം ഓള് പാവ കിടക്കുന്ന കടപ്പ് കണ്ടില്ലേ, ഭയത്തടി വെട്ടിയിട്ട പോലെ. എന്റെ പൊന്നും കട്ടെ മോളെ എന്നെ ഓർമ്മിച്ച് നമ്മൾ ഇയാളെ വെറുതെ വിടുന്നു. പോ എന്റെ മുമ്പിൽ നിന്ന്. ஏன் இப்படி பண்ணாரு இவரு? അങ്ങനെ പോകരുത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നതാണ് നല്ലത്. ഒന്നുമില്ല. ഒരു കാര്യം മാത്രം, ഓഫീസിൽ വരും. இப்ப எப்படி பேசுவாங்க? നമുക്കൊക്കെ ഒരു കൊച്ചു ജീവിതമല്ലേ ഉള്ളൂ. അത് പിണങ്ങാനും വെറുക്കാനും ഉപയോഗിക്കുന്നതിന് പകരം ഇണങ്ങാനും ഇഷ്ടപ്പെടാനും ഉപയോഗിക്കുന്നതല്ലേ കൂടുതൽ ഉചിതം. എന്തു പറയുന്നു? அவங்க முறைச்சிட்டு இருக்காங்க. എന്താ ഫ്രണ്ടിന്റെ പേര്? അപ്പു. ഓക്കെ, എല്ലാം ഇതോടെ അവസാനിച്ചു. இப்ப ஃப்ரெண்ட்ன்ற பேர்ல அங்க போயிடலாம்ல. அதை விட அவங்க செம்ம டென்ஷன்ல இருக்காங்க. அவங்களுக்கு தெரியுது. ഓഫീസിൽ ഒരൊറ്റ കാര്യം ചെയ്തു പോരുത്. ലോൺ ഒന്ന് കിട്ടുന്നിടം വരെ നമ്മളിപ്പോ എങ്ങോട്ട് പോകണം? ഓഫീസിൽ പോടാ. അയ്യേ, தண்ணி ஊத்தி தொடக்க போறாரா? ആ വിവരം കേട്ടവൻ ഇങ്ങനെ കേറി ഉമ്മ വെക്കുമെന്ന് ഞാൻ വിചാരിച്ചു. കൂടെ ഉണ്ടായിരുന്ന മാനേജർ എന്റെ അളിയനാണ്. അതുകൊണ്ട് എനിക്ക് കേറി പിടിക്കാനും പറ്റിയില്ല. സാരമല്ലേ, ഇത് തുടച്ചാ പോകും. അയ്യേ, എന്തിനാ കരയുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കരഞ്ഞാല് എന്റെ കാര്യം ഒന്ന് ആലോചിച്ചു. ജീവിതകാലം മുഴുവൻ കരയേണ്ടവനല്ലേ ഞാൻ. ഹാപ്പി ആയിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. வாழ்நாள் ஃபுல்லா அழுவுன்றாரு அவர் கதையை கேட்டா. നമ്മള് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കണം. അല്ലാതെ சம ஒரு பாசிட்டிவா போயிட்டு இருக்கு. அவர் பாத்துட்டதுல அப்படி பண்ணிட்டாரோ? இவரு ஹிந்தில தானே அவரு ஃபேமஸ். My name is Alfred. ഓ My name is Alfred. എന്താ ആരാ? ഭൂതം കുറത്തിന്ന് പുറത്ത് ചാടി. ഇത് മറ്റവനാണ് അൽഫി. Yes. How do you know my wife? സാറ് വരണം. ഞാൻ സാറിന് എന്തെങ്കിലും മീറ്റ് ചെയ്യുന്ന എനിക്കറിയാം. സാർ ഇരിക്കണം, ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. ഞങ്ങൾക്ക് ആരെയും പറ്റിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. നൂറ സാറിന് ചായ കൊടുക്ക്. ചായയിലൊന്നും ഒതുങ്ങുന്ന കേസല്ല ഇത്, നീ കൈകാര്യം ചെയ്ത്.
How do you know my wife? സാർ സാറിന്റെ ഭാര്യ ഞങ്ങൾക്ക് വഴിയിൽ ആക്സിഡന്റ് കിടന്ന് കിട്ടിയതാണ്. നാട്ടുകാരുടെ തലയെ വെച്ച് ചെന്നപ്പോ ആശുപത്രി കൊണ്ട് ചെന്നപ്പോ ഹസ്ബൻഡ് ആണെന്ന് ചോദിച്ചപ്പോ അവരെല്ലാം കൂടെ ഹസ്ബൻഡ് ആക്കിയപ്പോ ഒരുപാട് കോളത്തെ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞ് ഒപ്പിടാൻ പറഞ്ഞപ്പോ ഹസ്ബൻഡ് ആയി പോയതാണ്. അങ്ങനെ ലോൺ കിട്ടാൻ വേണ്ടിട്ട് ഒരു നാടകം കളിച്ചു പോയതാണ്. അല്ലാതെ ഐ എം നോട്ട് എ ചീറ്റ്. പൊന്നേട്ടാ പോലീസിനെ വിളിക്കുന്നു. ചേട്ടാ ഗതികെട്ട ഒരു പയ്യന്റെ മനസ്സ് ചേട്ടെങ്കിലും മനസ്സിലാക്കണം. എന്നോട് പാപ്പാക്കണം. ഓനോടൊന്നും തുറന്നു പറയല്ലേ. ഓ നമ്മൾ വിചാരിക്കുന്ന ആൽഫ്രഡ് അല്ല. പിന്നെ ആരാടാ? ഇവന് വട്ട. ഇവന്റെ ഭാര്യ ഏതോ കിണറ്റിൽ വീട് ചത്തു. അങ്ങനെ വട്ടായതാണ്. ആസ്പത്രി കൊണ്ടുപോകുന്ന വഴി കാറിന് ഇറങ്ങി ഓടി ഇങ്ങോട്ട് കയറിയതാ. പൈത്യമാ. ആടാ ചേ நான் கூட ஒண்ணு நினைச்சிட்டேன்பா. நான் கூட அந்த சொன்ன மாதிரி இருக்க old ஹைட்டா இருந்தானா சொன்னதுக்கு எல்லாமே மேட்சா இருந்தது. കാലത്തിന് ഒരു കോട്ടിട്ട ബട്ടന്റെ കാലുമേൽ വീഴേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ പോയവന്റെ കണ്ടീഷനായി പോകും. കേസിന്റെ വിധി അച്ഛന് അനുകൂലമായി വരൂ എന്നാണ് ആ വക്കീല് പറയുന്നത്. ഞാൻ ഇന്നൊരു 1000 രൂപ നമ്മുടെ കുറുപ്പിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു മണി ഓർഡർ അയച്ചു. ഹലോ, അപ്പുക്കുട്ടൻ സാറുണ്ടോ? അപ്പക്കുട്ടനോ? ചന്ദ്രിക വർമ്മയുടെ ഹസ്ബൻഡ്. നിങ്ങളാരാ? എനിക്കുള്ള ഫോണാ ഇതാ. ഹലോ അതെ. നാളെ കട ഇൻസ്പെക്ഷൻ നടത്തണം. എന്നാലേ ലോൺ സാങ്ഷൻ ചെയ്യാൻ പറ്റൂ. അത് ഇത് എപ്പോഴാ ഇത്? സമയം നാളെ രാവിലെ 10 മണിക്ക് ഞാൻ വിളിച്ചു പറയാം. പിന്നെ നമ്മുടെ അക്കൗണ്ട് ഇങ്ങോട്ട് മാറ്റുന്ന കാര്യം നാളെ 10 മണിക്ക് വിളിച്ചാൽ മതി. ശരി വെക്കട്ടെ. ഓക്കെ. അപ്പക്കുട്ടൻ എന്നാണോ പേര്? അപ്പുക്കുട്ടൻ എന്നാണ് പേരെന്ന് இவர் சொல்ல போறாரு. നിങ്ങളുടെ. അല്ല എന്തൊക്കെ ഉണ്ടെങ്കിലും വിശേഷം. പിന്നെ അപ്പുക്കുട്ടന് വന്ന ഫോണ് നിങ്ങൾ എന്തിനാ അറ്റൻഡ് ചെയ്തത്? അപ്പുകുട്ടൻ ഒരാളാണ് എന്നെ വിളിച്ചത്. അല്ല, അപ്പുക്കുട്ടനുണ്ടോ ചന്ദ്രിക വർമ്മയുടെ ഹസ്ബൻഡ് എന്നാണ് അയാൾ ചോദിച്ചത്. ഈ കുട്ടിയുടെ കാര്യം ഞാൻ തോറ്റു. ഏതായി അപ്പുക്കുട്ടൻ? എല്ലാ അപ്പുകുട്ടന്മാരെ അറിയാം. അങ്കിളിനെ അറിയാം. അങ്കിൾ എന്റെ ഫ്രണ്ട് അപ്പു അന്ന് വന്നില്ല. അപ്പു നമ്മുടെ ഇനി വന്ന് നമ്മുടെ എന്റെ ഫ്രണ്ട് അപ്പു അന്നൊരു മഞ്ഞ കോണ്ടസയിൽ വന്നില്ലേ? മഞ്ഞ കോണ്ടസയിൽ വന്ന അപ്പു അല്ല, മഞ്ഞ കോണ്ടസയിൽ വന്ന അപ്പു. അപ്പുക്കുട്ടൻ എന്നാ അവന്റെ പേര്. ആര് പറഞ്ഞു? ഞാൻ കേട്ടു ഫോണില്. ആരെ വിളിച്ചെന്നറിയോ? അതറിയില്ല. നാളെ 10 മണിക്ക് വിളിക്കാന്ന് പറയുന്ന കേട്ടു. ഇവനെ നമ്മൾ ഫോളോ ചെയ്യണം. இதெல்லாம் தெளிவு ഗ്രൂപ്പ്. അവന്റെ താമസം, ആരൊക്കെയാണ് അവന്റെ കോണ്ടാക്ട്സ്, എന്താ പണി, ഇതൊക്കെ അവന്റെ പൂച്ച പുറത്തിയടിക്കാം. ஃபாலோ பண்ணாலே தெரிஞ்சிட போகுது. അതോ ഒരു ഡിഎസ്പി. സാറല്ലേ, ഞാൻ വർഗീസ്. ഇൻസ്പെക്ഷൻ ആള് 11 മണിക്ക് കടയിൽ വരും. ഞാൻ ചർച്ച് ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യാം. ഈ വഴി വരാണെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോവാം. ശരി. வண்டியை தேடிட்டு இருக்கானுங்க இவனுங்க மார்வாடி குரூப். இவரை பார்க்கல என்ன ஒரு போச்சு. கிளாஸ் இருக்கா? ஒரு கிளாஸ் இருக்கு போல. அது பிளாக் மிரர் நினைக்கிறேன். ரைட். ஐயோ ஹாஸ்பிடல் தான் இது. இங்க வச்சு மானபங்க படுத்துறாருன்னு வச்சுக்க ஜோலி முடிச்சு. அதுக்குள்ள விட போறாரு. அவரை உள்ள விட மாட்டாங்க. டிஎஸ்பி வராது, அந்த குரூப் வருது. இந்த குரூப்பும் போறானுங்க. காலை வரமா போகுது. எல்லாருக்கும் ஒரே இடத்துல தெரிஞ்சிச்சு. ஒரு எல்லா குரூப்பும் போய் ஒரு இடத்துல மாட்டிக்கிட்டு ஒரு 1/2 மணி நேரம் காமெடி பண்ணிட்டு இருந்தாங்களே ஒரு படம். வெட்டம்ல தான் நினைக்கிறேன். வெட்டம் இவர் படமா என்ன? ஐயோ 4 வண்டி போயிட்டு இருக்கு. அவரே போலீஸ் தான். ஆசானே இவரு வேற அம்பாசிடர் மாதிரி இருக்காரு. அவர் அந்த பக்கம் போயிட்டாரு. இங்க இந்த குரூப்ல இங்க குரூப் பின்னாடி வந்துட்டு இருக்கு. பாத்துட்டாரு அவரு. பாத்துட்டாரு தான் நினைக்கிறேன். എസ്കേപ്പ് കാണുന്നില്ലല്ലോ. അപ്പൊ അത് വന്ന് പിന്നെ ഒരു മാംഗോ ജ്യൂസ് ചോദിച്ചിട്ട് എത്ര നേരം? അയ്യോ അവിടെ ആരാ എന്താ? ஓ இவர்தான் ஒண்ணு வாங்கியிருக்காரு நினைச்சு. ஆனா அவருக்கு தெரியாது இல்ல, ஃபேஸ் அவர் பார்க்கல இல்ல.
കായും കടുമടിച്ച് ஓ ஆமா ஃபேஸ் பார்க்கல அவரு அதனால பேரை கேட்டு வந்துட்டாரா ഏത് കാശോ എന്റെ ഉമ്മനെ കെട്ടിക്കാൻ മേടിച്ച കാശാടാ. മര്യാദ സംസാരിക്കണം. എന്താ കാക്ക, എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് ഇങ്ങനെ കേൾക്കണം. ഈ അറാം നടന്നവന്റെ കെട്ടോടും കൂടി ബെൻസ് കാർ എടുക്കാനാണെന്നും പറഞ്ഞ് എന്നോട് 1.25 ലക്ഷം ഉറുപ്പിക വെച്ച് ഇന്നോട് മുണ്ടാണ്ടും പറയാണ്ടും വീടും മാറി. എടാ ഈ മൂന്നമ്മല് സോപ്പും തേച്ച് വന്നപ്പോഴേ എനിക്ക് ലൗട്ട് അടിച്ചതിൽ എന്തോ കുഴപ്പമിട്ടിരുന്നു. എന്താണോ ഇവിടെ നടക്കുന്നത്? ഒരാൾ വന്നിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. ഇതെന്റെ ഒപ്പല്ല. പിന്നെ നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടെ എനിക്ക് ബെൻസ് കാറൊന്നും ഇല്ലെന്ന്? നീ കായ് മേടിച്ചിട്ട് കാറ് മേടിച്ചോ കാപ്പിക്കൂട് മേടിച്ചോ പുണ്ണാക്ക് മേടിച്ചോ ഒന്നും എനിക്കറിയണ്ട. എടാ പൈസ കാർ മേടിച്ച് കോട്ട് തൂട്ടിട്ട് എടുക്കാൻ ഉളുപ്പില്ല. നമുക്ക് எல்லாத்துக்கு முன்னாடி பேசின வேற ஒரு ஈகோ ஆயிடுது. വാങ്ങാനും എനിക്കറിയാം. അത് വാങ്ങിട്ട് അവിടുന്ന് പോകും. നിങ്ങൾക്ക് അറിയോ അടുത്ത ആഴ്ച എന്റെ മോളെ നിക്കാറാണ്. എനിക്ക് പൈസ കിട്ടണം. കുറേ നമുക്ക് എന്റെ പൈസ. ഇവരെ കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എം ഡി എടുത്ത് പറയൂ. ഏത് തട്ടി തെണ്ടി അല്ല, എം ഡി ஐயோ മുതലാളി അവിടെയുണ്ട്. ஐயோ ഇതൊന്നും നോക്കാനില്ല, അകത്ത് കയറ്റരുത്, അടിച്ച് പണി കഴിച്ചോളാം. അസ്ഥല് തണ്ടക്ക് പറഞ്ഞു എന്റെ കാശ് മേടിച്ചാടാ പന്നി. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. നീ രണ്ടിലൊന്നും അറിഞ്ഞിട്ട് വീരാൻ ഇവിടുന്ന് പോകുള്ളൂ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. പറഞ്ഞ വാടാ അവിടെ തലേ കൊല്ലാൻ പറഞ്ഞു എം ഡി. ஐயோ போச்சு. 44425 തന്നെയാണോ നമ്പർ? അതെ, പല പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുള്ളതല്ലേ. അങ്ങനെയല്ലേ ഞാൻ ആൽഫിയുമായി സംസാരിച്ചത്. ഇപ്പോഴും ഫോൺ കണക്ഷൻ ഉണ്ട്. റിങ് ചെയ്യുന്നല്ലാതെ ആരും എടുക്കുന്നില്ല. അപ്പോ ഇവിടുത്തെ ചന്ദ്ര താമസിച്ചിരുന്നത്? അല്ല, വിവാഹത്തിന് മറ്റെല്ലാരും എതിർത്തപ്പോ വാടകയ്ക്കെടുത്ത് മാറി താമസിച്ച ഫ്ലാറ്റിന്റെ നമ്പറാ ഇത്. അവിടെയായിരുന്നു വിവാഹം കഴിഞ്ഞ് ആൽഫിയുമായി താമസിക്കാൻ തീരുമാനിച്ചിരുന്നത്. കിട്ടി. UB ചന്ദ്രിക വർമ്മ, നമ്പർ 16, പ്രിൻസ് ടവേഴ്സ്, കോളേജ് റോഡ്. ஒருவேளை அந்த ஆல்ஃபிரட் ஓடிட்டாரோ ஆல்ஃபி? ஆல்ஃபிங்கிற ஒரு கேரக்டரே இல்லைன்னு எனக்கு தோணுது. சும்மா ஒரு கட்டுக்கதை அது. இவங்க தான் ஃபோன்ல பேசியிருக்கேன்றாங்களே. ஆக்சுவலி இவங்க ரிச் விமன்ல, ஸோ எல்லாத்தையும் தூக்கிட்டு ஓடிட்டாரு போலப்பா. இப்படிங்கிறியா? ஏமாத்திட்டு இருப்பாரோ? அந்த அதுல ஒரு கம்ப்யூட்டர் இவங்க ஆக்சிடென்ட்டே வந்து சம்திங் இவங்க ஏதோ வந்துட்டு பிரச்சனையில மாட்டி ஓடுன மாதிரி தான் இருக்கு. ஓ இருக்காரு. ஆனா அதுல உடஞ்சிருக்கு. இங்க பாரு எல்லாம் ஒரே ஹாஸ்பிடல் சுத்தி. ഹലോ, തടി മുടി അല്പം ചുരുണ്ടു, ഒക്കെ കുറഞ്ഞു. എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? എന്താണെന്ന് ഞാൻ പറഞ്ഞാലേ ആൽഫി ചേട്ടൻ വാലും പൊക്കിക്കൊണ്ട് ഓടും. ഒറിജിനൽ ആൽഫിയെ ഞാൻ കാണിച്ചു തരാം. ചേട്ടൻ അങ്ങോട്ട് ചെന്നാട്ടെ. എല്ലാരും ഭാര്യയുടെ അടുത്ത് കാത്തിരിപ്പുണ്ട്. തന്റെ മോളുണ്ടല്ലോ ആ ഏണി, അവൾ ആരാടോ? അവൾ ആരെയും വരട്ടുന്ന സഹിക്കുന്നതിന്റെ അതിലുണ്ട്. അവളുടെ നാക്ക് വിജയം ദൂരക്കളെ കേട്ടോ. അവൾ ആരാടോ? CBI അവളുടെ അമ്മയുടെ നായര്. കോൺഗ്രസ് കേട്ടോ, കോൺഗ്രസ് ഓർമ്മയുണ്ടല്ലോ. കോൺഗ്രസ് താൻ നോക്കിയോ? ഓ അല്ല, ഇയാളെന്തിനാ ഇടയ്ക്കിടയ്ക്ക് കോണ്ടസാന്ന് പറയുന്നത്? ரைட். നമ്മൾ ഈ നാരായണ നാരായണ എന്ന് പറഞ്ഞ നാമം ചെല്ലാറില്ലേ? അതിന് പകരം ഇവൻ കോണ്ടസ എന്ന് പറയുന്നു. കോണ്ടസ എന്ന് പറഞ്ഞ ദൈവമാണല്ലേ? അല്ലേ, ചോദിച്ചോട്ടെ, ഈ പുരാണത്തിൽ ഈ കഥാപാത്രം ആരുടെ മകനായിട്ട് വരും? പുരാണത്തിൽ ഈ കഥാപാത്രം പൂതനയുടെ അമ്മായിയമ്മയായിട്ട് വരും. പൂച്ചക്ക് എന്തോടോ പൊന്നുരുക്കുന്നിടത്ത് കാര്യം. അതിലിവിടെ എവിടെയാ പൂച്ച? ചേട്ടാ നിനക്ക് കാണണം. വെറുതെ അല്ല നിന്റെ കണക്കൊക്കെ തെറ്റണേ. എന്റെ കണക്ക് കൂട്ടിൽ ഇതുവരെ തെറ്റിയിട്ടില്ല. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക. ഒറ്റയ്ക്ക് ഞാൻ കത്തില്ലട്ടോ. നിന്റെ ഒരു കണക്ക് കൂട്ടില് BPS போலமா அவரு. எல்லா படத்துலயும் എന്റെ മോളെ എന്നാ ഒന്ന് നടക്കുക എന്റെ ഡോക്ടറെ. ഒന്ന് അനങ്ങിയ ഞങ്ങൾ ഓടിച്ചു കാണിക്കില്ലേ? വെറുതെ കരഞ്ഞ് ആ കുട്ടിയെ കൂടുതൽ വിഷമിപ്പിക്കരുത്. ചന്ദ്രയെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത എന്റെ കയ്യിലുണ്ട്. എന്താ അത്? ചന്ദ്രയുടെ ഒറിജിനൽ ആൽഫിയെ ലേഖ കണ്ടുപിടിച്ചു. ഇതാ. ஐயோ உடைச்சிட்டாங்க உண்மையே. നിനക്കിത് ഇവിടുന്ന് കിട്ടി? ചന്ദ്രയുടെ ഫ്ലാറ്റിൽ നിന്ന്. ബാക്കി ഫോട്ടോസ് നശിപ്പിച്ചിരുന്നു. ஆல்ஃபியல்ல போல. ഒളിച്ചു വെച്ചിരുന്നത് കൊണ്ട് அவங்க அப்பா ஷாக்கே ஆகல. കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആരാ ഇത്? ആൽഫി. ആൽഫി. ஆ ആൽഫിയെ നേരത്തെ കണ്ടിട്ടില്ലാത്തവരെല്ലാം കണ്ടോളൂ. இல்ல നമ്മുടെ രാമേന്ദ്രൻ. அங்க வரு. അതെ, അമേരിക്കയിലുള്ള അമ്മുക്കുട്ടിയുടെ മോനെ ഇവള് കണ്ടിട്ടില്ലല്ലോ. അതെ, അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. ഇവൻ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹി വന്നിരുന്നപ്പോ ചന്ദ്ര കാണാൻ പോയില്ലേ? അപ്പൊ എടുത്ത ഫോട്ടോ ചന്ദ്രയുടെ മുറച്ചേർക്കനാ. പഠിച്ചതും വളർന്നതും ഒക്കെ അമേരിക്കയിലാ. രാമേന്ദ്രനെ കൊണ്ട് ഇവളെ കെട്ടിപ്പിക്കണമെന്ന് അവന് വലിയ ആഗ്രഹമായിരുന്നു. അതെ, അപ്പോഴല്ലേ ഈ നസ്രാണി വന്ന് ഇവളുടെ മനസ്സിൽ ചേക്കേറിയത്. എന്നാലും ഇപ്പൊ എനിക്കിത് വിഷമമൊന്നുമില്ല കേട്ടോ. ഞാനല്ലല്ലോ ആൽഫി, ഈ കാണുന്നതാണല്ലോ ആൽഫി. அப்பா பாதியில உண்மையை சொல்லி மனசு ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാൻ ആരാ സ്കോളർഷിപ്പ് കൊടുത്ത്? ഇവിടെയൊക്കെ ഡോക്ടറായുണ്ടല്ലോ, ബ്രെയിൻ ഓപ്പറേഷന് വരുന്നവരുടെ ഈ കിഡ്നി എടുത്ത് തല വെച്ച് കൊടുക്കാം. அவங்களுக்கு டவுட் இருக்கு. ഒന്നിക്കണേ. ഈ ഒറിജിനൽ ആൽഫി എങ്ങനെ ഇരിക്കും? അവന്റെ മൂക്കിന്റെ അടിയിൽ രണ്ട് വലിയ കോമ്പുണ്ടോ? അതോ തുമ്പിക്കൈയും വാലും ഒക്കെ വെച്ചിട്ട് പറയടി, എന്ത് പറ്റി? കുറച്ചു മുമ്പ് 7 മുഴം നീളായിരുന്നല്ലോ നിന്റെ നാക്കിന്. നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ എന്നെ ഉരുട്ടി ചവിട്ടി പിടിച്ച് അങ്ങ് കുടിച്ചു കളയുമെന്ന്. തല ഇത്തിരി താഴ്ത്തി തന്നാ നീ അതിന്റെ പുറത്ത് കയറി നിരങ്ങും. അല്ലടി കൊട്ടിമരം. கொடி மரம். ഞാൻ ആരാണെന്ന് അറിയാനുള്ള നിന്റെ ഈ എന്റെ പുറകിലുള്ള നടപ്പുണ്ടല്ലോ,
വേണ്ട, അതങ്ങ് നിർത്തുന്നതാ നല്ലത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കൂടുതൽ കളിച്ചാൽ നിന്നെ പിടിച്ച് കഴുത്തിനൊരു കമ്പ് വെച്ച് കെട്ടി തോട്ടിയാക്കി വല്ല മാങ്ങയും പുളിയും പറക്കി കൊടുക്കും. ஒரு குச்சி மாதிரி யூஸ் பண்ணி அலக்கு மாதிரி யூஸ் பண்ணி பறிப்பேன்றாரோ? ஹைட்டா இருக்காங்க என்ன அப்படி சொல்றது அதுல. ஆமா, கம்பத்தை கட்டி வச்சு இவங்களை கம்பு மாதிரி கொக்கி வச்சு அறுத்துருவாங்க. ஐயோ, பேச வரல இருக்கு கரெக்டா அந்த நேரம் பார்த்து. എന്താ ഇയാള് പറയുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആൽഫി അറിയോ ഇയാളെ? இப்ப பாரு நம்மால் பெர்ஃபார்மன்ஸ். ഇത് എവിടുത്തെ ഭാഷയാണ്? എന്റെ ഒരു ഫ്രണ്ടിന്റെ മാമയാണ് ഇരാനിക്ക. 1.5 ലക്ഷം രൂപ എന്റെ കയ്യിന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചു തരാൻ പറ്റാത്ത ക്ഷമ പറയാണ്. എനിക്കിപ്പോ വേണ്ടെന്ന് പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ ഇടപെടുന്ന അയാൾ ചോദിച്ചാ അയാളുടെ വായിരിക്കണമെല്ലാം കേട്ടിട്ട് കാര്യമുണ്ടോ? തട്ടിപ്പോകുന്നതിന് മുമ്പ് ഈ നിക്കാഹ് ഞാൻ നടത്തും. മുമ്പ് തട്ടിപ്പോകുന്നുള്ള മകളുടെ കല്യാണം നടത്തുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കേ. മോടെ കല്യാണം ഒക്കെ ഞങ്ങൾ നടത്തി 100 കോടി പുണ്യം കിട്ടുമെന്ന് പറയായിരുന്നു. யாரையுமே பெர்ஃபார்ம் பண்ண விட மாட்டாருப்பா. யாராச்சும் ஒண்ணு சேர்ந்துட்டா പണിയുണ്ടാവും മാമ. മോളുടെ നിക്കാഹ് നടത്തി തരണം എന്നല്ലേ അയാൾ പറഞ്ഞത്? അതെങ്ങനെ മനസ്സിലായി? പുതുതായിട്ട് പലതും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ ചിലതൊക്കെ മനസ്സിലായി വരുന്നത് അല്ലേ? ഇവരൊന്ന് കാണുക. ഇയാളെന്താ ഒരുമാതിരി മുള്ള വെച്ച പോലെ വർത്താനം പറയുന്നത്? നീ ഈ പാവത്തിന് 1.25 ലക്ഷം രൂപ പറ്റിച്ചു അല്ലേ? என்னப்பா படம் ஃபுல்லா இப்படிதான் இருப்பாங்களா? കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലാണ്. ആ വർഗീസിനെ സോപ്പിട്ടാലെ കാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ ചെറ്റയ്ക്ക് ഇപ്പൊ ചന്ദ്ര ടീയുടെ അക്കൗണ്ട് കൂടെ വേണം. ഞാൻ MD അല്ലേ, ഇല്ലെന്ന് പറയാനൊക്കൂ. രണ്ടും കൽപ്പിച്ച് ഞാനും കൊടുക്കാൻ പോവാം. അതുകൊണ്ട് കമ്പനിക്ക് എന്ത് പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. ദീപസ്തംഭം മഹാചര്യം എനിക്കും കിട്ടണം പണം എന്ന കുഞ്ചൻ നമ്പ്യാരുടെ പോളിസിയാണ് എൻ്റെ അത്. ആ 100 ആണെങ്കിൽ കണ്ടവന്റെ എന്നൊക്കെ കടം വാങ്ങിച്ചിട്ട് കമ്പനി കുളം തോണ്ടുന്നുണ്ട്. താമസിയാതെ വർമ്മ സാറ് പിച്ചച്ചട്ടി എടുക്കും. ചന്ദ്ര കൈയടിക്ക്. அவங்க கொஞ்சம் மூவ் பண்ணாலே கண்டுபிடிச்சு. ചന്ദ്രയുടെ കൈയടിക്ക്. ചന്ദ്രയുടെ കൈയടിക്ക്. ഡോക്ടർ മേനൻ, ചന്ദ്ര കൈയടിക്ക്. ഡോക്ടർ, இவர் பயங்கர ஆர்வமா இருக்காரு. ചന്ദ്ര കൈയടിക്ക്. ചന്ദ്രയുടെ കൈ അനങ്ങി. ടെമ്പററിയാ വർക്ക് ആവുമ്പോ കൈ. ലിഫ്റ്റ് യുവർ ഹാൻഡ്. ചന്ദ്രിക കൈ ഒന്ന് ഉയർത്താൻ ശ്രമിക്കൂ പ്ലീസ് പ്ലീസ്. அதுக்கு வர்மா பிச்சை எடுத்து பிறந்தோன்னா அடிப்பான்னு நினைக்கிறேன். அப்பா பத்தி சொன்னா கோவம் வருதோ? அப்பா பத்தி சொன்னா ஆமா, எந்த பண்ணாலும் கோவம். அதான் அது சொன்ன உடனே தான் அடிச்சாருங்க. പ്ലീസ് മേക്ക് ആൻ അറ്റംപ്റ്റ് അറ്റ് ലീസ്റ്റ്. മോളെ ആ കൈ വീണ്ടും ഒന്ന് ഉയർത്താൻ നോക്കൂ പ്ലീസ്. ஏன்னா அது வரைக்கும் அமைதியா கேட்டுட்டு இருந்தாங்க. ஆமா, എപ്പോഴാ കൈ ഉയർത്തിയത്? ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ. என்ன பேசுனீங்க? എന്ത് സംസാരിച്ചോണ്ടിരുന്നപ്പോഴാ കൈ പൊക്കിയത്? അത് പിന്നെ പഴയ കാര്യങ്ങൾ. എക്സാക്ട്ലി എന്താ പറഞ്ഞത്? ചന്ദ്രികയുടെ ആൽഫി എന്താ പറഞ്ഞോണ്ടിരുന്നത് അത് പറയൂ. വർമ്മ സാറ് വർമ്മ സാറ് പറയൂ. വർമ്മ സാറിന് എന്നെ എന്ത് ഇഷ്ടമാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ മകനെ പോലാണ്. എന്റെ അച്ഛൻ പോലും അല്ല. പിന്നെ ഞാൻ എത്ര ഭാഗ്യവാനാണ്. നിന്നെ പോലെ പെണ്ണ് എന്റെ കവളത്ത് തൊട്ടു. അത് തന്നെ അവളോട് വീണ്ടും പറയൂ. കമോൺ ആൽഫി, അത് തന്നെ പറയൂ പറയൂ. இதுக்கும் വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യൂ പറയൂ. നീ എത്ര ഭാഗ്യവതിയാണ്, ഞാൻ എത്ര ഭാഗ്യവാനാണ്. നീ എത്ര എന്നാണോ പറഞ്ഞത്? ഞാൻ എത്ര എന്ന് പറഞ്ഞു, നീ എത്ര? രണ്ടും പറഞ്ഞു, അതും പറഞ്ഞു ഇതും പറഞ്ഞു. അതല്ലേ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എത്ര ഭാഗ്യവാനാണ് നിന്നെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടാൻ. കൈവക്കൂ പ്ലീസ്. കൈപോക്കും. നീ എത്ര ഭാഗ്യവതിയാണ്, ഞാൻ എത്ര ഭാഗ്യവാനാണ്. കൈവക്കൂ പ്ലീസ്. നീ വർമ്മ സാറിനെ പറ്റി പറഞ്ഞില്ലേ, അത് പറയൂ. അത് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല. சொல்ல முடியாது. പറയാൻ പറ്റില്ല. വർമ്മ സാറിനെ പറ്റി പറഞ്ഞപ്പോഴല്ലേ കൈവക്കിയത്. അപ്പൊ അത് പറയുമ്പോഴല്ലേ കൈവക്കാൻ പറ്റുള്ളൂ. കൈവക്കൂ പ്ലീസ്. നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ സംഭവിച്ചു. സോറി, ഏതോ ഒരു ഇമോഷണൽ മൂഡിലായിരിക്കും കൈ ഉയർത്തി. ആ ഇമോഷനിലേക്ക് തിരിച്ചു വരുന്നില്ല. ഇനിയിപ്പോ കാത്തിരിക്കുക നിവർത്തിയുള്ളൂ. എങ്കിലും പ്രതീക്ഷയ്ക്ക് വക കൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇനിയല്ല ആൽഫിയുടെ കയ്യില്. மறுபடியும் சொல்ல போறாரு நினைக்கிறேன். ഞാൻ ചന്ദ്രാറ്റിയുടെ അക്കൗണ്ട് മാറ്റി കൊടുക്കും. ഞാൻ 100 അക്കൗണ്ട് നിന്റെ ഓഫീസ് കുളം തോണ്ടിപ്പിക്കും. ഞാൻ പിന്നെ അവിടെ കിടക്കുന്ന സാധനം മേശയും കസേരയും ഒക്കെ എടുത്ത് വിൽക്കും. ഞാൻ നിന്നെ തന്നെ കൊണ്ട് പിച്ച ചട്ടി എടുപ്പിക്കും. അടിക്കാൻ ഞാൻ ആൽഫി കോൽഫി വന്നാൽ ഞാൻ അപ്പുകൊണ്ട നിനക്കറിയാം. ഞാൻ നിന്റെ ആൾക്കാരെ ഒക്കെ പറ്റിച്ച്, ഞാൻ ആ ഏണി പെണ്ണിനെ പറ്റിച്ച് നിന്റെ സ്വത്ത് മുഴുവൻ ഞാൻ അടിച്ചെടുത്തോണ്ടോ. എന്നെ അടിക്കടി. ഞാൻ നിന്റെ തന്നെ തെണ്ടി കുത്തുപാല എടുത്ത് വലിച്ചിരിക്കുമ്പോൾ ഞാൻ കണ്ട ഭാഗം കാണില്ല. അടിക്കടി. നിനക്ക് ചുണ ഉണ്ടെങ്കിൽ അടിക്കടി. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കണ്ണക്കുറിക്ക് അടിക്കടി. അടിക്കാൻ அவங்க கேட்டாங்க. லேக்கா
തന്നെ പറ്റിക്കാനോ നിങ്ങളെ ആരെയും ചതിക്കാനോ ഒന്നുമല്ല. എന്റെ ഗതികേട് കൊണ്ടാ ഞാൻ ഈ നാടകം കളിക്കുന്നത്. എനിക്കാരെയും ദ്രോഹിക്കണ്ട, എനിക്കാരുടെ പണവും പദവിയും വേണ്ട. തനിക്കെല്ലാം അറിയാമല്ലോ, ഞാനെല്ലാം തന്നോട് ഒന്ന് പറഞ്ഞിട്ടില്ലേ? തന്റെ കയ്യോ കാലോ ഒന്ന് അനങ്ങി കിട്ടിയാൽ തന്നെ രക്ഷപ്പെടുത്താനാവുമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടാ ഞാൻ. എന്റെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞാലും കുഴപ്പമില്ല, താൻ എണീറ്റ് നടക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക എന്നൊക്കെ പറയാറില്ലേ, അതാ ഞാനിപ്പോ ചെയ്യുന്നത്. ഇത്തിരി കടന്ന കയ്യാന്ന് എനിക്കറിയാം, വേറെ വഴിയില്ലാത്തോണ്ട്. அவங்க வெளில போயிட்டாங்கன்னு நினைச்சு ஒரு பேசினாரு. பார்க்கவே இல்லை ஆக்சுவலா பின்னாடி இருந்தது. ആ 10 മണിക്കാണ് ട്രെയിൻ. അത് നാളെ 3 മണിക്ക് ബോംബെയിൽ. വെളുപ്പിനെ 5 മണിക്കാണ് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പൊ ഇത് ബോംബെ ഇല്ലേ? നിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹത്തിന് എതിര് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഈ പണവും പ്രതാപവും മാത്രം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. വയസ്സുകാലം കുട്ടികൾ കൂടെ ഉണ്ടാവണം, അതാ ഏറ്റവും വലിയ കാര്യം. 3 കൊല്ലത്തെ കാര്യല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാ ഞാൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരിക. അത് ഞങ്ങളോടല്ല പറയേണ്ടത്. ദേ തിങ്ങി പൊട്ടി വരുന്ന പുറത്ത് നിപ്പുണ്ട്, അവനൊന്ന് സമാധാനിപ്പിച്ചിട്ട് പോ. இவங்க கொஞ்சம் கான்ஃபிடண்டா இருக்கும் கிளம்புறாங்க போல. இல்ல அவன் பேட் கை இல்ல அவங்களுக்கு தெரிஞ்சிருச்சு. പിണങ്ങിയിരിക്കണോ? ഞാൻ പണിയാൻ നിനക്കെന്താ? നിനക്ക് ഇംഗ്ലണ്ടിൽ പോകുന്നതല്ലേ വലിയ കാര്യം. ദേ ഇങ്ങോട്ട് നോക്കി. പപ്പ എന്നെ പഠിക്കാൻ അയച്ചപ്പോ അച്ഛന് പറഞ്ഞുകൂടായിരുന്നോ ഞാൻ വെറും ഡ്രൈവറാണ്, എന്റെ മോൾ ഇവിടെ വല്ല തൂത്തു തുടപ്പോ അടുക്കള പണിയോ ചെയ്തോണ്ട് ഇവിടെ നിന്നോളുന്നു? അതിപ്പോ എല്ലാ തന്തമാർക്കും തോന്നില്ലേ മക്കള് പഠിച്ച് നന്നാവണമെന്ന്? അതിനല്ലേ ഞാൻ പോകുന്നത്. 3 വർഷം പഠിച്ച് വലുതായി മിടുക്കിയായി അച്ഛന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാൻ. പിന്നെ ഞാൻ അച്ഛന്റെ കൂടെ തന്നെയാ. ഞാൻ വേഗം വരും. പക്ഷെ ഒരു കാര്യം, നീ സായിപ്പിനോട് മിണ്ടാനും പിടിക്കാനും ഒന്നും പോണ്ട. ഇല്ല, എനിക്കറിയാം ഉമ്മ തരും. ആ അത് തന്നെയാ. പിന്നെ പപ്പയോടും വല്യമ്മയോടും മറ്റെല്ലാവരോടും പ്രത്യേക അനുഗ്രഹം വാങ്ങണം. പോകും മുമ്പ് ആ ആൽഫിയെ കൂടെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു. എന്തിന്? ഞാൻ വിചാരിച്ചതുപോലെ കുഴപ്പക്കാരനല്ല അയാള്. എവിടെയോ ഒരു നല്ല മനസ്സുള്ള ആളാണെന്ന് തോന്നുന്നു. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോ ചെകുത്താന്റെയും കടലിന്റെ ഇടയിലാ കിടക്കണേ. ഏതായാലും നാളെ നീ അങ്ങോട്ട് പറക്കല്ലേ. അവിടെ എന്നെ പോലുള്ള ഒരാൾക്ക് എന്തെങ്കിലും പണി കിട്ടുമെന്ന് നീ ഒന്ന് തിരക്കി വെച്ചോ. ഇവിടത്തെ പണി എത്ര നാളുണ്ടാവും എനിക്കറിയില്ല. ആ പിന്നെ ഞാൻ കാലത്ത് പോകും മുമ്പ് അയാളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അച്ഛൻ ഈ എഴുത്തൊന്ന് അയാളെ കൊടുത്തേക്കോ? എന്താ സമ്മതം കിട്ടിയോ? കിട്ടി. അതേതായാലും നന്നായി. ഇല്ലെങ്കിൽ നീ പോയാൽ ഇയാളിനെപ്പോഴായി കൊന്നേനെ. കോണ്ടസാ റിപ്പയർ അല്ലേ, അവർക്ക് രാവിലെ പോകാൻ ടാക്സി അറേഞ്ച് ചെയ്യണം. എന്റെ അഭിപ്രായം பாவம் அவரு. இவர் பாரு, அவங்க பார்த்து அவங்க ஆமா வண்டி எடுத்தது யாருன்னு அவங்களுக்கு தெரியாது மார்வாடிக்கு. இப்ப இவன் தான் நினைச்சு இவன் பிடிச்சிட்டு போக போறாங்க பாரு. அவர் அப்படியே ஒண்ணும் தெரியாத மாதிரி நடிக்கிறாரா? ஐயோ இவரு போலீஸ் மாதிரி இருக்க மாட்டாருப்பா. இது யாரு? மார்வாடி குரூப். ஓகே, ஓட்டிட்டு போறது மோகன்லால் தானா? ஆமா அது மோகன்லால் தான். வண்டி ஓட்டும்போது வேற மாதிரி இருக்காருல. ஆனா என்ன தெரியுமா, இப்ப வேற ஃபேஸ பார்த்து வச்சிட்டாங்க. இப்ப யூஸ்னால வேற எங்க யூஸ் பண்ண போலீஸ பார்த்து வச்சிட்டாங்க. ए आल्फी भैया उस मोटरसाइकिल के पीछे जाओ प्लीज, जाओ. रेलवे स्टेशन नहीं जाना? नहीं, उससे कुछ जरूरी बात करनी है. चलो चलो. ஆளு ஸ்மார்ட்டா இருக்கேப்பா. மொப்பட் ஓட்டும்போது ஐயோ இவரே மறைஞ்சு மறைஞ்சு போயிட்டு இருக்காரு. என்ன ஏரியா அது? என்ன இந்த குகைக்குள்ள போயிட்டு இருக்காரு? பா சம ஹைட் போவாங்க. எங்க வந்தாங்க? எதுக்கு வந்தாருங்க? என்ன இவர் யாராச்சும் பயமுறுத்தாம பார்த்தா இவரே பயமுறுத்துறாரு. ஆல்ஃபி தானே அது? ഓ ഇവർ ലാക്ക് பண்ண வந்துட்டாரு இவங்களே. ஐயோ ഫ്ലൈറ്റ് പിടിക്ക് പോകണം. ഞാൻ ആരാണ്, എവിടാണ് താമസം, എന്താ പണി, ഇതെല്ലാം കണ്ടുപിടിക്കാനാണ് നീ കൂടെ നടക്കുന്നത്. എനിക്കൊരു പുള്ളി കേൾക്കണം. ஐயோ പിന്നെ ഇംഗ്ലണ്ടിലോട്ട് ട്രെയിനിലല്ലേ പോണേ? കുറെ നാളായിട്ട് ഞാൻ കേൾക്കുന്നു നീ പോകുന്നു. ഇനി അത് പറഞ്ഞ് നീ എന്നെ പറ്റിക്കണ്ട. ഒരു CBI വന്നിരിക്കുന്നു, അവിടെ കിടക്ക ഒരു പട്ടി നിന്നെ തുറന്നുവില്ലേ. കറക്റ്റാണ് നേരത്തിലും തപ്പാണ് അണ്ടർസ്റ്റാൻഡിങ്. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ എന്നോട് കളിക്കരുതെന്ന്. എന്റെ കാര്യങ്ങളൊക്കെ ശരിയാവാൻ കുറെ ദിവസം എടുക്കും. അത് കഴിഞ്ഞിട്ട് നീ പുറത്തിറങ്ങിയാൽ മതി. അതുവരെ തിന്നാനും കുടിക്കാനും ഉള്ളതൊക്കെ ഞാൻ ഇവിടെ എത്തിക്കാം. 100 കള്ളം പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്നത്. അതിനിടെ നീ എവിടെന്നൊരു കള്ളം കൂടെ ഞാൻ പറഞ്ഞോളാം. Very bad acting. What to do? ഹലോ, നിങ്ങളുടെ മോളില്ലേ, എന്താ ജീവിയുടെ പേര്? അലേഹ. അവള് പോയി. എങ്ങോട്ട്?
അവള് ഇംഗ്ലണ്ടിൽ പോയി. കാലത്തെ ട്രെയിനിൽ ബോംബെക്ക്, വെളുപ്പിന് അവിടെ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട്. മറ്റന്നാ അവിടെ എത്തിച്ചേരണമെന്ന ലാസ്റ്റ് ഡേറ്റാ. നിനക്ക് സമാധാനായില്ലേ? ഇനി അവളെ കൊണ്ടൊരു ശല്യം നിനക്ക് ഉണ്ടാവില്ല. பேச்சு போங்க. അവള് നിന്നെ അന്വേഷിച്ചു. പോകുന്നതിന് മുമ്പ് നിന്നെ കണ്ടെന്തോ പറയണമെന്ന് പറഞ്ഞു. സാധിക്കാത്തതുകൊണ്ട് ഓ ഇതിൽ ഏതോ இருக்குப்பா. അപ്പുക്കുട്ടൻ എന്ന ആൽഫിക്ക് ഏതോ ചില ചുറ്റുപാടുകളിൽ ആൽഫിയായി പോയതാണ്. ചില നിവൃത്തികേടുകൾ കൊണ്ട് വരികയാണ്. ചന്ദ്രയോട് സംസാരിച്ചത്. പിന്നെ ചന്ദ്രയുടെ കുടുംബത്തെയോ ഉപദ്രവിക്കില്ലെന്നും അപ്പുവിന് വലിയൊരു മനസ്സുണ്ടെന്നും കൂടി ഞാൻ കണ്ടു. എന്നെ കൊണ്ടുണ്ടായ ഉപദ്രവങ്ങൾക്ക് എല്ലാം കഴിഞ്ഞ് എവിടേക്കെങ്കിലും പോകുമ്പോൾ എവിടെ ഉണ്ടാവും എന്നൊന്ന് പറഞ്ഞിട്ട് പോണം. ഞാൻ മടങ്ങി വരുമ്പോൾ എനിക്കൊന്ന് വന്ന് കാണാനാ. വെറുതെ ഒരിക്കൽ കൂടി മാപ്പ്. ലേഹയുടെ ഫ്ലൈറ്റ് ഇപ്പൊ പോയി കാണും അല്ലേ? അറിയാം, വലിയൊരു മോഹവും അതോടൊപ്പം പോയി. ഞാനൊരു ഒന്നാന്തരം കള്ളനാണ്. അന്തസ്സും ആഭിജാത്യമുള്ള ഒരു കുടുംബത്തിലാ പിറന്നത്. പിന്നെ ഇങ്ങനായി പോയി. ജീവിക്കാൻ വേണ്ടി ചെറിയൊരു കള്ളം പറഞ്ഞാ തുടങ്ങിയത്. പിന്നെ അത് പിടിച്ചു നിർത്താൻ വേറൊന്ന്, പിന്നെ അത് പൊളിയാതിരിക്കാൻ വേറൊന്ന്. അങ്ങനെ കള്ളത്തരങ്ങളുടെ ഒരു കൂമ്പാരത്തിന്റെ മുകളിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഒന്ന് പൊളിഞ്ഞാ മതി, പിന്നെ പടപടാന്ന് പൊളിഞ്ഞു വീഴും. ജാതകത്തിന്റെ ബലമോ ദൈവാനുഗ്രഹമോ എന്തുകൊണ്ടോ ഇതുവരെ പിടിച്ചു തന്നു. ഒരു വശത്ത് ദൈവത്തിന്റെ രൂപത്തിൽ ചന്ദ്രയും വർമ്മസാറിനെയും പോലെ ചിലര്, മറുവശത്ത് ചെകുത്താന്റെ രൂപത്തിൽ നിന്നെ ആ സത്യപാലനെയും പോലെ ചിലര്. ദൈവങ്ങളുടെയും ചെകുത്താന്റെയും ഇടയിൽ കടന്ന് ചക്രശ്വാസം വലിക്കുന്ന ഞാൻ ആ വെപ്രാളത്തിൽ പറ്റിപ്പോയ അബദ്ധമാണ്. പലരോടും പല കൊച്ചു കൊച്ചു ദ്രോഹങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്തപ്പോഴെല്ലാം അതിനെല്ലാം എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്ത് പാപം കഴുകി കളയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എങ്ങനെ ശിക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ശിക്ഷിക്കാം. ഞാൻ കൈയും കെട്ടി നിൽക്കേ ഉള്ളൂ. ഇത് കണ്ടോ? രാജ്യം വിട്ടുപോയ പെണ്ണ് ദാ വന്നിരിക്കുന്നു. എന്തു പറ്റി കുട്ടി? ഞാൻ പോകുന്നില്ല. എനിക്ക് പോവാൻ തോന്നുന്നില്ല. ചന്ദ്ര ഇങ്ങനെ കിടക്കുമ്പോ ഞാനും ഇവിടെ വേണമെന്ന് എനിക്ക് തോന്നി. എനിക്കറിയാം, അവക്ക് അങ്ങനെ തോന്നും. അവളും പപ്പയുടെ മോളല്ലേ. ഗുഡ് ഡിസിഷൻ. 1 വർഷം പഠിപ്പ് പോകുന്നേ ഉള്ളൂ. വേണമെന്ന് തോന്നി ഇനി അപ്ലൈ ചെയ്യാം. പക്ഷേ ഉടനെ യൂണിവേഴ്സിറ്റി പോയി എഴുതി കൊടുക്കണം. വെറുതെ സ്കോളർഷിപ്പ് എന്തിനാ കളയുന്നത്? എന്താ എന്നെ ശിക്ഷിക്കുന്നില്ലേ? ഉണ്ട്, ശിക്ഷിക്കണമെന്ന് തന്നെയാ എന്റെ തീരുമാനം. അതിനു മുമ്പ് എനിക്കറിയണം എന്തിനാ ഈ നാടകമൊക്കെ എന്ന്. സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഇവള് തുറപ്പാണതിക്ക് അപ്പുറം പുറത്ത് പോലീസ് നിൽക്കുന്നുണ്ട്. കുറെ ആൽഫിമാരെ അറസ്റ്റ് ചെയ്യാൻ. തന്റെ സുഹൃത്ത് അപ്പുക്കുട്ടനും ഇത് തന്നെയാ പറഞ്ഞത്. അയാളും ഉണ്ട് പുറത്ത്. അന്തസ്സുള്ള ഓഫീസായത്. ഇതിനകത്ത് പോലീസുകാർ കയറി MD അറസ്റ്റ് ചെയ്തെന്നറിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ നാണക്കേട്. അതുകൊണ്ടാ ഞാൻ അവരെ പുറത്ത് നിർത്തിയത്. മനുഷ്യന് അത്യാർത്ഥി പാടില്ലല്ലേ? താൻ വരുന്നുണ്ടോ അതോ ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കണോ? വേണ്ട, നമ്മൾ വരാം. പോലീസ് ഇങ്ങോട്ട് വന്നാൽ ഈ ആഫീസിലുള്ള എല്ലാരും കൂടി നമ്മളെ എടുത്തിട്ട് ഇടിക്കും. ഈറ്റിങ്ങളെ അടി നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാ. മാമാനെ അടിച്ചിട്ട് മാമാന്റെ എല്ലിന്റെ എണ്ണം കൂടി പല്ലിന്റെ എണ്ണം കുറഞ്ഞ്. എന്നാ വാ. ബ്ലാക്ക്മെയിൽ பண்ணி சும்மா உங்களுக்குறாங்க தானே பிராங்க். എവിടെ പോലീസ്? എവിടെ പോലീസ്? പോലീസ് ഇല്ല, ഇവിടെ കള്ളന്മാരേ ഉള്ളൂ. ഇത് അരക്കള്ളൻ, ഇത് മുക്കാക്കള്ളൻ, ഇത് മുഴുക്കള്ളൻ. ഇവരെന്താ ഒരുമാതിരി ശവം പോലെ നിൽക്കുന്ന? ഞാനൊന്ന് വരട്ടി. പുറത്ത് പോലീസ് നിൽക്കുന്നു പറഞ്ഞു. അത് ശരി. പോലീസും പട്ടാളൊന്നുമില്ല. ഞങ്ങൾ നിന്റെ കല്യാണം നടത്താൻ വന്നതാ. നടത്തിയില്ലെങ്കിലേ അവളുടെ നിക്കാഹും നിന്റെ മയ്യത്തും അന്ന് ഞാൻ പറഞ്ഞ പോലെ നടക്കൂ. രജിസ്റ്റർ ഓഫീസിൽ പോയി നീ മൈമേനും കൂടി ഇന്ന് ആപ്ലിക്കേഷൻ ഒപ്പിട്ട് കൊടുക്കണം. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്ന് അറിയാൻ അവർ ഒരാഴ്ച ആ നോട്ടീസ് ബോർഡിലിടും. വീരാനിക്ക് ആശുപത്രി കിടക്കുന്നുണ്ട്, അത് കാണൂല. അത് കഴിഞ്ഞാൽ കല്യാണം. സാക്ഷി ഒന്ന് ഡോക്ടർ മേനോൻ, 2 ലേഹ. പോരെ? ഇവിടെ നമ്മളെ ശത്രു അല്ലേ? ഇടാ, അതൊക്കെ പണ്ട്. ഇപ്പൊ പടച്ചോന്റെ പുതിയ രൂപ. ആൽഫിക്ക് കുറച്ചാളോട് ആയുസ് നീട്ടി കിട്ടി. എവിടേക്ക് പോണെന്നാ പറഞ്ഞേ? യൂണിവേഴ്സിറ്റി വരെ. രാത്രിയിലത്തെ ട്രെയിനിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞേ വരൂ. അപ്പോഴേക്കും ലോൺ കിട്ടില്ലേ? എന്നിട്ട് വേണം നമുക്ക് ഈ കള്ള കഥകൾ അവസാനിപ്പിക്കാൻ. ഇവിടെ ഇല്ല, വീട്ടിലുണ്ട്. ഇത് കണ്ടോ? ഒറിജിനൽ ആൽഫി ചന്ദ്രൻകുടി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ പോവാ രജിസ്റ്റർ ഓഫീസിലെ കണ്ടെടുത്തതാ. ആൽഫിയുടെ ഒറിജിനൽ ഒപ്പ് ഇതിനകത്തുണ്ട്. ഈ ഒപ്പ് ഇവനിടണം, അല്ലെങ്കിൽ ഇവൻ ആൽഫി അല്ല. അതേതാ? ഞാൻ പപ്പയുടെ കൈ കൊടുക്കാം. വേണ്ട വേണ്ട, ഞാൻ കൊടുത്തോളാം. നീയും ഈടെയായിട്ട് അവനോട് കൂടിയിട്ടുണ്ട്. ഗൂഢാലോചനക്കാരെ എല്ലാത്തിനും ഒരുമിച്ച് ഞാൻ അകത്താക്കും. ഞാനിത് അമ്മാവന്റെ കയ്യിൽ കൊടുക്കാൻ പോവുകയാണ്. ആ, നീ പോലീസിന് ഇടികൊള്ളാൻ തയ്യാറായിക്കോ. നോക്കി നിൽക്കാതെ இவரை இப்படி பிடிக்க போறாங்க. அதான் மறுபடி குரூப் தூக்கிட்டு போறாங்க.
உள்ளே போக முடியாது. അച്ഛന്റെ വിചാരണ കഴിഞ്ഞു. 18-ാം തീയതിയാണ് വിധി. കേസ് തോറ്റുപോകും. இருக்காங்க. വർഷം തടവെങ്കിലും വിധിക്കും എന്നാണ് നമ്മുടെ വക്കീല് പറയുന്നത്. ஏன்? അല്ലെങ്കിൽ அங்க ஏதோ பிரச்சனை பாவம் இருக்கு. அப்படிதான் வந்தாரு. 7 லட்சம் രൂപയോളം இவங்களுடைய மச்சாங்கிட்ட ஏதோ சொல்லிட்டு இருந்தாருல, அங்க கேஸ் போயிட்டு இருக்கு அப்படின்னு. അത്രയും പണം. யாரோ அந்த பேங்க்ல இருந்து காசு திருடிட்டாங்கன்னு சொல்லிட்டு. ஆக்சுவலா அமௌண்ட் வேணும் இப்போ அவருக்கு. വല്ല കടുങ്കയും ചെയ്ത് കളയുമെന്ന എന്റെ പേടി. നമ്മൾ എന്താ ചെയ്യേട്ടാ? ஆஹா, இந்த செக் எடுத்து யூஸ் பண்ண போறாரு போல. பட் சைனு ஃபிங்கர் பிரிண்ட் அவரை வச்சுக்க போறாரோ? அது அப்படி ஆமான்னு நினைக்கிறேன். அப்படிதானே அவர் எம்டி ஆனாரு. ஆமா, எல்லா பக்கமும் அனுப்பிட்டாங்கல்ல. எனக்கு தெரிஞ்சு அவங்களுக்கு என்ன வந்துருச்சா இல்லை. எதையுமே சொல்லிடலாமே நீங்க, ஏன் இதை மட்டும் மறைக்கிறீங்க? தேங்க்யூ ஃபார் வாட்சிங் பார்ட் 3. நம்ம அடுத்த பாட்டில் சந்திப்போம். பாய். பாய்.